നമസ്കാരം. മുനമ്പത്തെ വക്കഭൂമി വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് നടക്കുന്ന സമരങ്ങളും ചർച്ചകളും പ്രസംഗങ്ങളും എല്ലാം ചേരുന്നതും എല്ലാം എവിടേക്കാണ് ചെന്നെത്തിക്കുന്നത്, എന്താണ് അതിന്റെ വാസ്തവം എന്നാണ് വീഡിയോയിൽ ഞാൻ നോക്കുന്നത്. സത്യത്തിൽ ഇവിടെ മുസ്ലിം വിഭാഗത്തെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട്, അതായത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നക്കാർ അവരാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി നടക്കുന്ന ആസൂത്രിത ശ്രമത്തിന്റെ ഭാഗമാണ് മുനമ്പത്ത് നടക്കുന്ന ഇന്നത്തെ ഈ വഖഫ് പ്രശ്നം. അതല്ലാതെ മറ്റൊന്നുമില്ല. എന്താണ് വസ്തുതയെന്ന് അല്ലെങ്കിൽ എന്താണ് നിയമപരമായി അവിടെ നടക്കേണ്ടതെന്ന് ആരും സംസാരിക്കുന്നില്ല. അവിടെ സംസാരിക്കുന്നത് ഏതാനും ചില ആൾക്കാർക്ക് നോട്ടീസ് വന്നു, ചില റിസോർട്ടുകാർക്ക് നോട്ടീസ് വന്നു, അത് വഖഫ് ഭൂമിയല്ല, വഖഫ് ഭൂമി അല്ലാത്തത് കൊണ്ട് ഇവർ വില കൊടുത്ത് വാങ്ങിച്ച് താമസിക്കുന്ന ഭൂമി. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ വഖഫ് ഭൂമി ആണേലും ഫറൂഖ് കോളേജ് കൊടുത്തിട്ടുള്ള ആ ഭൂമി വില കൊടുത്ത് വാങ്ങി പട്ടയം സ്വീകരിച്ച് നികുതി അടച്ച് ഉപയോഗിച്ചുകൊണ്ട് വന്ന അവരുടെ ആ ഭൂമി അത് ബലമായി പിടിച്ചെടുത്തുകൊണ്ട് വഖഫ് ഭൂമിയാക്കാൻ ശ്രമിക്കുന്നു. അത് മാത്രമല്ല, പിന്നീട് ഒരു ആരോപണം ഉള്ളത്, ഏത് ഭൂമി വേണമെങ്കിലും ഇത് വഖഫാണ് എന്ന് വാക്കാൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് വഖഫ് ബോർഡിന് വിട്ടുകൊടുക്കണം എന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ. വസ്തുത എന്താണ്? വഖഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യക്തി വഖഫ് ബോർഡിലേക്ക് അല്ലെങ്കിൽ വഖഫ് ആയി ചെയ്തു വെക്കുന്ന ഭൂമിയാണ്. അത് പിന്നീട് എത്ര കാലം കഴിഞ്ഞാലും അത് വഖഫ് ഭൂമി തന്നെയാണ്. അത് വഖഫ് എന്തിനാണോ ഏത് ഉദ്ദേശത്തോടാണ് വെച്ചത് ആ ഉദ്ദേശത്തോടെ അത് നിലകൊണ്ടു പോകേണ്ടതാണ്. അത് മറ്റുള്ളവർ കൈയടക്കാൻ പാടില്ലാത്തതും മറ്റുള്ളവർ അത് വിൽക്കാനോ മറ്റു കാര്യങ്ങളോ ചെയ്യാൻ പാടില്ലാത്തതുമാണ്. എന്താണോ ഉദ്ദേശം ആ ഉദ്ദേശത്തിൽ നിലകൊള്ളേണ്ടതാണ്. എന്നാൽ അങ്ങനെ ചെയ്താലോ, മറ്റാരെങ്കിലും ക്രയവിക്രയങ്ങൾ ചെയ്താലോ അത് സാധുവല്ലാത്തതുമാണ്. ഇത് അറിയാതെ ചില കാര്യങ്ങൾ മുനമ്പത്ത് സംഭവിച്ചിട്ടുണ്ട് എന്നത് സത്യമാണ്. അതിന് പരിഹാരമാണ്. അതായത് മുനമ്പത്ത് വില കൊടുത്ത് വാങ്ങി ജീവിക്കുന്ന കുറച്ച് സാധാരണക്കാരുണ്ട്. അവിടുത്തെ കുടികിടപ്പുകാരായിട്ടുള്ള അർഹതയുള്ള ആർക്കെങ്കിലും നോട്ടീസ് ചെന്നതായിട്ട് എന്റെ അറിവിലില്ല. അവിടെ കൈയടക്കി വെട്ടിപ്പിടിച്ച് കൈവശപ്പെടുത്തി താമസിച്ചിരുന്ന ചിലർക്കൊക്കെയാണ് നോട്ടീസ് വന്നത്. 10-12 പേർക്കാണ് നോട്ടീസ് വന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അവരാരും മുനമ്പത്തുകാരല്ല, മറ്റെവിടെ നിന്നൊക്കെ വന്ന് താമസിക്കുന്നവരാണ്. ആയിക്കോട്ടെ, ഏതായാലും അവർക്ക് പട്ടയമോ മറ്റാധാരമോ ഉണ്ടായിരുന്നുവെങ്കിൽ അത് വഖഫ് ഭൂമി അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള അവകാശമുണ്ട്. ഇനി അഥവാ അത് വഖഫ് ഭൂമി ആണെന്നുണ്ടെങ്കിൽ അവരെ പറ്റിച്ചത് ആരാണോ അവർക്കെതിരെ കേസ് ഫയൽ ചെയ്ത് ഇന്നത്തെ നിരക്കിൽ അർഹമായ നഷ്ടപരിഹാരം വാങ്ങി അവരുടെ ജീവിതം ക്രമപ്പെടുത്തേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ്. ഇതാണ് വസ്തുത. എന്നാൽ ഇവിടെ പ്രശ്നപരിഹാരമല്ല നോക്കുന്നത്. ഇവിടുത്തെ ആവശ്യം എന്ന് പറയുന്നത് മുസ്ലിം വിഭാഗം ഇവിടെ ശത്രുപക്ഷത്ത് നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ പൊതു ശത്രുക്കൾ മുസ്ലിങ്ങളാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ഇവിടുത്തെ ക്രിസ്തുമത ഹിന്ദുമത വിഭാഗങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള ആസൂത്രിതമായ ശ്രമമാണ്. ഇതിലൂടെ ആർക്കാണ് നേട്ടം കിട്ടുന്നത്? അവിടുത്തെ റിസോർട്ട് മാഫിയയ്ക്ക്. അതായത് വലിയൊരു ഭാഗം ആ മുനമ്പം പ്രദേശം മുഴുവൻ കൈയടക്കിക്കൊണ്ട് ഗൂഢ ഉദ്ദേശത്തോടെ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ ചെയ്തിരുന്നു, അതൊന്ന് കണ്ടാൽ മതി. അപ്പോൾ ആ ഒരു ഉദ്ദേശം മനസ്സിലാക്കാതെ, അവരാണ് ഇതിന്റെ പിന്നിലെന്ന് മനസ്സിലാക്കാതെ ഇവിടെ മുസ്ലിങ്ങളുടെ പെരടിക്ക് പോകുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് വസ്തുത എന്ന് ചിന്തിക്കണ്ടേ? ഇപ്പൊ കഴിഞ്ഞ ദിവസം കോഴിക്കോട് പ്രസ് ക്ലബില് മുസ്ലിം സംഘടനകളുടെ നേതാക്കന്മാരെല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നു. അവിടെ പത്രപ്രവർത്തകർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. വഖഫ് ബോർഡ് മുനമ്പത്തും വയനാട്ടിലും വഖഫ് ഭൂമിയിൽ താമസിക്കുന്നതിന് കാരണം കാണിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സാധാരണക്കാരായ മനുഷ്യർക്ക് നോട്ടീസ് അയച്ചതല്ലേ പ്രശ്നങ്ങൾക്ക് കാരണം? ഇതാണ് ചോദ്യം. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ വഖഫ് ഭൂമിയാണ് എന്നുണ്ടെങ്കിൽ അത് യഥാസമയം വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയും അത് വഖഫ് ഭൂമിയായി സംരക്ഷിക്കപ്പെടുകയും വേണം. ആ ഭൂമി അന്യാധീനപ്പെട്ട് കഴിഞ്ഞാൽ അത് തിരിച്ചുപിടിക്കൽ അത് നിർബന്ധമാണ്. അത് മുസ്ലിം സംഘടനകൾ മാത്രമല്ല, അത് മറ്റേത് സംഘടനയായാലും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ, വിശേഷിച്ച് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി ഇത്തരത്തിൽ വഖഫായി കൈവശം വെച്ചിട്ടുള്ളത് ക്രിസ്ത്യാനികളാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഭൂമികൾ, ഓരോ പള്ളിയുടെയും മറ്റു കാര്യങ്ങളുടെയും കീഴിലുള്ള ഭൂമികൾ നിങ്ങളൊന്ന് കണക്കെടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ തന്നെ ക്ഷേത്രങ്ങളുടെ ഭൂമി, ഒരുപാട് ക്ഷേത്രഭൂമി അന്യാധീനപ്പെട്ടിട്ടുണ്ട്. ഇപ്പോ മലപ്പുറം ജില്ലയിൽ തന്നെ അത്തരത്തിൽ ചില അന്യാധീനപ്പെട്ട ഭൂമികളുണ്ട്. അതൊക്കെ തിരിച്ചു പിടിക്കണം. അതൊന്നും വഖഫ് ബോർഡിന്റെ കീഴിലല്ല എന്ന് കരുതി തിരിച്ചു പിടിക്കാതിരിക്കരുത്. അപ്പോൾ അത്തരത്തിൽ അന്യാധീനപ്പെട്ട ഭൂമി ആരുടെ കൈവശമാണെന്നുണ്ടെങ്കിലും അത് തിരിച്ചു പിടിക്കേണ്ടത് അത് വിഭാഗത്തിന്റെ ഉത്തരവാദിത്വമാണ്. ഇവിടെ വഖഫ് ബോർഡ് ചെയ്യേണ്ട കാര്യങ്ങൾ വഖഫ് ബോർഡ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഇവിടെ വയനാട്ടിലും മുനമ്പത്തും ഒക്കെ ഈ വഖഫ് നോട്ടീസ് കൊടുത്തതല്ലേ പ്രശ്നമെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ആരാണ് നോട്ടീസ് കൊടുത്തത്? വഖഫ് ബോർഡ്. വഖഫ് ബോർഡിനെ നിയന്ത്രിക്കുന്നത് ആരാണ്? സർക്കാർ. ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്നത് ഏതെങ്കിലും മുസ്ലിം സംഘടനകളുടെയോ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെയോ കീഴിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു സംഘടനയോ ഒരു സംഘമോ മറ്റോ ആണോ? അല്ല, അത് സർക്കാരിന്റെ തന്നെ ഭാഗമാണ്. വഖഫ് ബോർഡ് എന്ന് പറയുന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ ഭാഗമാണ് ഇപ്പോ. അപ്പോ സർക്കാരിന്റെ തീരുമാനമാണ് ഈ നോട്ടീസ് അയക്കലും ഇതെല്ലാം. എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിക്കെതിരെ മുർദാബാദ് വിളിച്ചുകൊണ്ട് പോകാത്തത്? എന്തുകൊണ്ടാണ് BJPക്കെതിരെ
കൊടിയെടുത്തുകൊണ്ട് പോകാത്തത്? ഈ മുസ്ലിങ്ങളെ പരിപാടിക്ക് കയറുന്നതിന് കാരണം എന്താ? ഒരു സർക്കാർ സംവിധാനമല്ലേ നോട്ടീസ് കൊടുത്തത്? സർക്കാർ സംവിധാനത്തിനെതിരെയല്ലേ സമരം ചെയ്യേണ്ടത്? എന്തുകൊണ്ട് അത് ചെയ്യാതെ മുസ്ലിം വിഭാഗത്തെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത്? മുനമ്പത്തെ ഭൂമി അവിടെയുള്ള കുടികിടപ്പുകാരെ മുഴുവൻ ഒഴിപ്പിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്ക് പിടിച്ചെടുക്കണമെന്ന് ഏതെങ്കിലും ഒരു മുസ്ലിമോ മുസ്ലിം സംഘടനയോ പറഞ്ഞതായിട്ട് കാണിച്ചു തരാൻ പറ്റും? എവിടെയും കാണിച്ചു തരാൻ പറ്റില്ല. എന്നിട്ടും ഇവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ആരാണ്? മുസ്ലിങ്ങളാണ്. വഖഫ് എന്നൊരു പേരാണോ അവിടെ പ്രശ്നം? ഇനി ഏതെങ്കിലും തരത്തിൽ കൃത്യമായി കാര്യങ്ങൾ അന്വേഷിക്കാതെ തെറ്റായ രീതിയിൽ വഖഫ് ബോർഡ് നോട്ടീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ആരാണ്? ഇവിടെയുള്ള മുസ്ലിം സംഘടനകളോ ഏതെങ്കിലും മുസ്ലിങ്ങളാണോ? മുനമ്പത്തെ മുസ്ലിങ്ങളാണോ? അതല്ലെങ്കിൽ കേരളത്തെ മുസ്ലിങ്ങളാണോ? കേരളത്തിലെ ഏതെങ്കിലും മുസ്ലിം സംഘടനകളാണോ? ഇവിടുത്തെ APO EKയോ സുന്നിയോ മുജാഹിദോ തബ്ലീഗോ ജമാഅത്തോ ഇവരാരെങ്കിലും ആണോ? ഇവരാരുമല്ലല്ലോ, സർക്കാരല്ലേ. അപ്പോൾ ആ സർക്കാർ സംവിധാനമല്ലേ അത് തിരുത്തേണ്ടത്, അത് അന്വേഷിക്കേണ്ടത്. മുനമ്പത്ത് അനധികൃതമായി കയ്യേറി റിസോർട്ട് സ്ഥാപിക്കാൻ വേണ്ടി പലരും ശ്രമിക്കുന്നു എന്ന് ആരോപണമല്ല, വസ്തുതയാണ്. അത് അന്വേഷിക്കേണ്ടത് ആരാണ്? ഇവിടുത്തെ മുസ്ലിം സംഘടനയാണോ? മുസ്ലിങ്ങളാണോ? അതും സർക്കാരല്ലേ. വഖഫ് ബോർഡ് എന്നത് സർക്കാരിന്റെ തന്നെ ഒരു ഭാഗമാണ്. അപ്പോൾ സ്വാഭാവികമായും സർക്കാരാണ് അത്തരം കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതും ചെയ്യേണ്ടതും ഈ നോട്ടീസ് അയക്കുന്നതും. ഇവിടെ മുസ്ലിം ധ്രുവീകരണം, അതായത് മുസ്ലിങ്ങളെ പാർശ്വവൽക്കരിച്ചുകൊണ്ട് ഒരു വർഗീയ ധ്രുവീകരണം നടത്താൻ വേണ്ടി ഇവിടെ നടത്തുന്ന ആസൂത്രിത ശ്രമം ഇവിടുത്തെ ഹിന്ദുവും ക്രിസ്ത്യനും മുസ്ലിമും തിരിച്ചറിഞ്ഞേ പറ്റൂ. ഇത് അപകടമാണ്, വലിയ അപകടമാണ്. ഇത് വഖഫ് ബോർഡൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. വഖഫ് ബോർഡോ അതല്ലെങ്കിൽ ഇവിടെ വഖഫ് ഇതൊന്നും അല്ല, ഈ ഭൂമിയൊന്നും അല്ല വിഷയം. ഇതിന്റെ പിന്നിൽ വലിയ അജണ്ടകളുണ്ട്. ഈ ഒരു ധ്രുവീകരണത്തെ മുൻനിർത്തിക്കൊണ്ട് പിന്നാമ്പുറത്ത് കളിക്കുമ്പോൾ ആ പ്രദേശം മുഴുവൻ മാഫിയകളുടെ കയ്യിലേക്കാണ് പോണത്. അതൊരല്പം ചിന്തിച്ചാലേ മനസ്സിലാവുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലപ്പുറത്ത് ഒരു ക്ഷേത്രഭൂമി, എനിക്കറിയാവുന്ന ഒരു ക്ഷേത്രഭൂമിയുണ്ട്. ചെരുപ്പടിമല, അതുപോലെ മിനിയൂട്ടി ഭാഗത്തായിട്ടൊരു ആ ഭാഗം മുഴുവൻ ക്ഷേത്രഭൂമിയാണ് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. അതൊന്നും മറ്റു പലരുടെയും കയ്യിലാണ്. അത് വഖഫ് ബോർഡിന്റെ കീഴിലില്ല എന്ന് കരുതി അത് പിടിച്ചെടുക്കാതിരിക്കാൻ പറ്റൂ? ക്ഷേത്രഭൂമിയാണെങ്കിൽ അത് അന്ന് ആരാണോ അത് ആ രീതിയിൽ അത് കൊടുത്തിട്ട് വഖഫ് ചെയ്തിട്ടുള്ളത് അത് പിടിച്ചെടുക്കണം. അതെല്ലാ ഭൂമിയും പിടിച്ചെടുക്കണമെന്നാണ്. അത് കയ്യേറാൻ പാടില്ലാത്ത ഭൂമിയല്ലേ. അത് മുസ്ലിങ്ങളുടെ ഭൂമി മുസ്ലിങ്ങൾ തിരിച്ചു പിടിക്കുന്നു, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് തിരിച്ചു പിടിച്ചു കൊടുക്കാൻ സർക്കാർ ശ്രമിക്കുന്നു എന്നത് കരുതി ഈ ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളെയും അല്ലെങ്കിൽ കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളെയും ഒരു പൊതു ശത്രുവായി ചിത്രീകരിച്ചുകൊണ്ട് അവർ മുഴുവൻ രാജ്യദ്രോഹികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സമ്മേളനങ്ങളും പ്രസംഗങ്ങളും പ്രകടനങ്ങളും നടക്കുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതുകൊണ്ട് നമ്മൾ ഇവിടെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളാണ്. അത് നോട്ടീസ് അയച്ചത് ഏതെങ്കിലും സാധാരണക്കാർക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ബാധ്യത സർക്കാരിനാണ്, അല്ലാതെ ഇവിടുത്തെ മുസ്ലിങ്ങൾക്കല്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെ നെഞ്ചത്തേക്ക് കയറേണ്ട ആവശ്യമില്ല, കയറിയിട്ട് കാര്യവുമില്ല. ഒരു മുസ്ലിം വിചാരിച്ചാലും ഇത് പരിഹരിക്കാനും കഴിയില്ല. മുസ്ലിങ്ങൾ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ പറയുന്നത് ഒരാളും ഇവിടെ നിന്ന് കുടിയൊഴിഞ്ഞു പോകണം എന്നല്ല. അനധികൃതമായി ഏതെങ്കിലും സ്വത്ത്, വഖഫ് സ്വത്ത് കയ്യേറിയിട്ടുണ്ടെങ്കിൽ അത് മാറണം. അത് ആരായാലും അത് ഒഴിവായി കൊടുക്കണം. അത് മുസ്ലിങ്ങളുടെ അവകാശമായിട്ടുള്ള അല്ലെങ്കിൽ മുസ്ലിം വഖഫിൽ മാത്രമുള്ള സ്വത്തായിക്കൊള്ളണമെന്നില്ല, മറ്റ് ഭൂമിയായാലും. ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ ക്ഷേത്രഭൂമി കയ്യേറിയതുമായി ബന്ധപ്പെട്ട് ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. ആ സ്ഥലം മറ്റ് ഉള്ളവർ കയ്യേറി കൃഷി നടത്തണം, അത് പിടിച്ചെടുക്കണം. അതാ ക്ഷേത്രഭൂമിയാണ്. അതുപോലെ ചർച്ചിന്റെ ഭൂമി, എത്രത്തോളം ഭൂമിയുണ്ട്? മറ്റാരെങ്കിലും അന്യാധീനപ്പെട്ടോന്ന് എനിക്കറിയില്ല. ഏറ്റവും കൂടുതൽ വിവിധ ചർച്ചുകൾക്കുള്ള ഭൂമിയാണ് കേരളത്തിൽ കൂടുതൽ. പലരും വഖഫ് ചെയ്തത്. വഖഫ് എന്നുള്ള പേര് അവിടെ ഉപയോഗിക്കുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ സത്യത്തിൽ മുനമ്പത്തായാലും വയനാടായാലും എവിടെയായാലും ആ ഭൂമി യഥാർത്ഥത്തിൽ വഖഫ് ഭൂമിയാണോ എന്ന് പരിശോധിച്ചുകൊണ്ട്, വഖഫ് ഭൂമിയാണെങ്കിൽ അത് തിരിച്ചു പിടിച്ചുകൊണ്ട് അവിടെ താമസിക്കപ്പെട്ട, പറ്റിക്കപ്പെട്ട, വഞ്ചിക്കപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അർഹതയുള്ള നഷ്ടപരിഹാരം, അവർക്കൊരു പുനരധിവാസം അത് ഉറപ്പാക്കിക്കൊണ്ട് കൃത്യമായ ഒരു നടപടിയാണ് സർക്കാർ എടുത്തു കൊടുക്കേണ്ടത്. ആ സ്ഥാനത്ത് ഏതെങ്കിലും ഒരു വിഭാഗത്തെ പ്രതിസ്ഥാനത്താക്കിക്കൊണ്ട് രാജ്യദ്രോഹികളും ദേശദ്രോഹികളുമായി ചിത്രീകരിക്കലല്ല, അതിനുള്ള അവസരം ഒരുക്കി കൊടുക്കലല്ല.